അപ്പോൾ ഗസയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ പങ്കുവച്ചിരുന്നു. വലിയ ആശാവഹം എന്ന് പറയാനില്ല, പക്ഷേ നിരാശ ഉണ്ടാക്കുന്ന ചില സമാധാനം പുലർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അക്രമങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു കരാറാവുന്നു. ഒരു കരാർ എന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറല്ല, അതിൽ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നാണ് ഒരു സമാധാനം ഉണ്ടാക്കിയത്. പക്ഷേ അതിനുശേഷവും അവിടെ അസമാധാനം തുടരുക എന്ന് പറയുന്നത് തീർത്തും ആ കരാറിന് വിരുദ്ധമാണ് എന്നുള്ളതാണ്. നോക്കൂ, ആ കരാർ വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്പോൾ 38 പേരെ തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ആക്രമണങ്ങൾ അവിടെ തുടരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഹമാസ് ആ മൃതദേഹങ്ങളൊക്കെ, ബന്ദികളുടെ മൃതദേഹങ്ങളൊക്കെ കൈമാറുന്ന പ്രക്രിയയൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള ചർച്ചകൾ ഹമാസിന്റെ നിരായുധീകരണമൊക്കെയായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതെങ്ങനെയാണ് ഇനി കാര്യങ്ങളെയൊക്കെ കൂടുതൽ ബാധിക്കുക എന്ന് തന്നെ അറിയണം. നിലവിൽ തന്നെ അവിടെ അമേരിക്കയും ഇസ്രായേലും അവരെ വിശ്വസനീയമല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. അവർ അതിൽ തുടരുന്നില്ല, അവരുടെ വാക്കുകൾ തുടരുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ഭീഷണികളുമൊക്കെ ആയിട്ട് അമേരിക്ക രംഗത്തെത്തുന്നു അല്ലേ? അതായത് ഈ ഹമാസ് ഫലസ്തീനികളെ കൊല്ലുന്നത് വെടിനിർത്തലിന്റെ ഗുരുതര ലംഘനമായി കണക്കാക്കുമെന്നാണ് ഭീഷണി. പട്ടിണി തുടരുന്ന ഗസയിലേക്കുള്ള റഫ അതിർത്തി തുറക്കാൻ പോലും ഇസ്രായേൽ സമ്മതിച്ചില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതെ, കരാർ നിലവിൽ വന്ന 8 ദിവസം പിന്നിടുമ്പോൾ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 38ആയി. യെസ്, BK സുഹൈലാണ് വിവരങ്ങൾ നൽകാൻ പതിവ് പോലെയുള്ളത്. സുഹൈൽ, ഗസയിൽ സമാധാനം പുലരുന്നു എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉള്ളത്. പക്ഷേ ഇപ്പോഴും ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ കരാറിന് എന്താണ് അടിസ്ഥാനം? എന്താണ് ഇത് സംബന്ധിച്ച് നെതന്യാഹുവിന്റെ വിശദീകരണം? അമേരിക്ക ഇതിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഒരു ഭാഗത്ത് യഥാർത്ഥത്തിൽ വെടിനിർത്തൽ ലംഘനം നടത്തുന്നത് ഇസ്രായേലാണ് എന്ന് നമുക്കറിയാം. 38 പേരെ കൊലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം 11 പേരടങ്ങുന്ന ഒരു കുടുംബത്തെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്തു. അവർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങുകയായിരുന്നു. അവർക്ക് നേരെയാണ് വെടിവെച്ച് കുട്ടികളടക്കം, ആ കുട്ടികളുടെ മൃതദേഹങ്ങൾ പോലും ഇപ്പോഴും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. 2 കുട്ടികൾ, അവരടക്കമുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടും 38 പേർ കൊല്ലപ്പെട്ടിട്ടും അമേരിക്ക പറയുന്നത് വെടിനിർത്തൽ ലംഘനം നടത്തുന്നത് ഇസ്രായേൽ, ഹമാസാണ് ഫലസ്തീനികളെ കൊല്ലുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിനിർത്തൽ ലംഘനം ഹമാസ് തുടർന്നാൽ അക്കാര്യത്തിൽ വലിയ നടപടികൾ എടുക്കേണ്ടി വരും എന്ന് അമേരിക്ക ഭീഷണി മുഴക്കുന്നു. വലിയ ഒരു അശ്ലീലമായി തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. കാരണം അവർ എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭീഷണി വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന്റെ പുലിപ്പട്ടാളം, ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില സംഘങ്ങളുണ്ട്. ഹമാസിന്റെ നേരിടാൻ വേണ്ടി പലതരത്തിലുള്ള സംഘങ്ങളെയും ഗസക്കുള്ളിൽ ഇസ്രായേൽ പോറ്റി വളർത്തിയിട്ടുണ്ട്. ആ സംഘങ്ങളെ ഹമാസ് നേരിടാൻ പോകുന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. പല ക്രിമിനൽ സംഘങ്ങൾ, ക്രിമിനൽ ഗ്യാങ്ങുകളാണ് ഗസക്കുള്ളിൽ ഉടനീളം ഹമാസിനെ നേരിടാൻ വേണ്ടി. ഇനി ഒരുപക്ഷെ ഇസ്രായേൽ സേന പിൻവാങ്ങിക്കഴിഞ്ഞാലും അവിടെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഷിൻബെറ്റിന്റെയും മൊസാദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ക്രിമിനൽ സംഘങ്ങളെ ഹമാസ് നേരിടാൻ പോകുന്നു എന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. അതേ പക്ഷേ മറുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള ലംഘനം ഇസ്രായേൽ നടത്തുന്നു. റഫ അതിർത്തി തുറക്കാൻ പോലും ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. റഫ അതിർത്തിയിൽ നമുക്കറിയാം വിവിധ രാജ്യങ്ങളുടെയും UN അടക്കമുള്ള ഏജൻസികളുടെയും സഹായങ്ങളുമായി ആയിരക്കണക്കിന് ട്രക്കുകൾ ഗസയിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഗസയിലുള്ള ആളുകളാണെങ്കിൽ വെടിനിർത്തലായി എന്ന സന്തോഷത്തിൽ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ പോകുന്നു. അപ്പോൾ വെടിവെക്കുന്നു. എന്നാൽ അവിടെയുള്ള ടെന്റുകളിൽ തന്നെ വെള്ളവും ഭക്ഷണവും കഴിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയത് 600 ട്രക്കുകളെങ്കിലും ഒരു ദിവസം ഗസയിലേക്ക് പ്രവേശിച്ചാലേ എല്ലാ ആളുകൾക്കും വെള്ളവും ഭക്ഷണവും ലഭിക്കുകയുള്ളൂ. പക്ഷേ ആ 500 ട്രക്കുകൾ പോയിട്ട് ഒരു 300 ട്രക്കുകളിലേക്ക് അത് ഒതുക്കുന്നു. ആ 300 ട്രക്കുകളിൽ തന്നെ അവശ്യ വസ്തുക്കളും അതേപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളും മുടക്കുന്നു. റഫ അതിർത്തിയാണ് പ്രധാനമായും ഇങ്ങോട്ട് കടക്കാനുള്ള വഴി, അത് അടച്ചിടുന്നു. ഇത്തരം ഗുരുതരമായിട്ടുള്ള ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തുകയാണ്. ബന്ദികളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും വിട്ടു നൽകുന്നില്ല എന്നുള്ള ആക്ഷേപിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നടപടി ഇസ്രായേൽ സ്വീകരിക്കുന്നത്. പക്ഷേ ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞ രാത്രിയിലും 2 മൃതദേഹം ഹമാസ് വിട്ടു നൽകി. ഓരോ മൃതദേഹവും കണ്ടെത്താൻ വലിയ പ്രയാസമാണ് എന്ന് ഹമാസ് നിരവധി തവണ അറിയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല റെഡ് ക്രോസ് പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഗസയുടെ നിലമറിയുന്ന ആളുകൾക്കറിയാം, എല്ലാം തകർത്ത് തരിപ്പണമായിരിക്കുന്നു. അതിന്റെ ഉള്ളിൽ നിന്നും ബന്ദികളുടെ മൃതദേഹം കണ്ടെത്താൻ, അതേപോലെ തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അത് ഈ ആളുകൾക്ക് കൈമാറാനും അവകാശം ആവശ്യമാണ്. എല്ലാ ആളുകളെയും കൈമാറും വരും ദിവസങ്ങളിൽ നിന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു അവസരമായി ഏറ്റെടുത്തുകൊണ്ട് ഈ നില ഇങ്ങനെ തന്നെ തുടരാനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസവും വന്നു. ഈ ഗുരുതരമായ ലംഘനം വന്നു കഴിഞ്ഞാൽ വീണ്ടും ആക്രമണത്തിലേക്ക് പോകേണ്ടി വരുമെന്ന തരത്തിലേക്കുള്ള സൂചനകൾ നൽകുന്നു. ഇതാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. മറുഭാഗത്ത് ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിനേക്കാൾ ക്രൂരമായിട്ടുള്ള
കാഴ്ചകളാണ്. കാരണം ആ മൃതദേഹം എത്തി അത് പരിശോധിക്കുമ്പോഴാണ് നിരന്തരമായിട്ടുള്ള കൂട്ടക്കൊലകൾക്ക് വിധേയമായ ആളുകളുടെ മൃതദേഹമാണ് ഈ തിരിച്ചെത്തുന്നത് എന്നുള്ള സത്യം പലസ്തീനികൾ തിരിച്ചറിയുന്നത്. അവരുടെ കണ്ണ് മാത്രമല്ല, നിരവധി അവയവങ്ങൾ ചൂഴ്ന്നെടുത്തിരിക്കുന്നു, ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വിധേയമായിരിക്കുന്നു. 2 കൈകളും പിറകോട്ട് കെട്ടി ഷൂട്ട് ചെയ്തതിന്റെ തെളിവുകൾ ഫോറൻസിക് തെളിവുകളിൽ വ്യക്തമാകുന്നു. അപ്പോൾ ഇങ്ങനെ 150-150 വരുന്ന പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഹമാസിന് ഇസ്രായേൽ കൈമാറിയിട്ടുള്ളത്. അതിലെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.